ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് ഫ്രോഡിനെ പറ്റി സംസാരിക്കാൻ. അതിന്റെ അപ്ഡേറ്റ് ആണ് ഇന്നും അല്ലേ. അപ്പൊ ഞങ്ങള് കേസൊക്കെ കൊടുത്തു. എന്ത് പറ, നമ്മള് കേസ് കൊടുത്തത് നമ്മള് നമ്മുടെ ഫോട്ടോയും നമ്മുടെ പേരും പറഞ്ഞിട്ട് ആൾക്കാർ ഇപ്പോഴും പറ്റിക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക്. കാരണം അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഇപ്പോഴും നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും റിമൂവ് ചെയ്തിട്ടില്ല. പിന്നെ അയാളെ ഫോണിലും ഉണ്ടാവാൻ ചാൻസസ് നമുക്കറിയില്ലല്ലോ, കാരണം ഫ്രോഡും ഈ ഒരുമാതിരി ഈ കോഴിയും. സോ ഞങ്ങളെ പിക്ക് വെച്ചിട്ട് മറ്റുള്ളവരെ പറ്റിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങളെ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട് അല്ലേ. അതായത് വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പറയുന്ന ആള് ക്ലയന്റിനെ വരെ അങ്ങോട്ട് പോയി ചോദിക്കും, എനിക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ സർവീസ് ഉണ്ട്, മാനേജ് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുടെ അടുത്തുനിന്ന് വരെ മാനേജ് ചെയ്യിപ്പിക്കാനുള്ള രീതിക്ക് പ്രഷറൈസിങ് ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു അല്ലേ. ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ മുന്നേ ഞങ്ങള് മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ യൂട്യൂബും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഹാൻഡിൽ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അപ്രോച്ച് ചെയ്ത് ഭയങ്കര ഈ പ്രശ്നങ്ങൾക്ക് മുന്നേ ആണ്. ആൾക്കാർ വിചാരിക്കും പ്രശ്നം കഴിഞ്ഞിട്ടാണ്. അല്ല, ഈ പ്രശ്നങ്ങൾക്ക് മുന്നേ ഇയാൾ ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. എന്നിട്ട് യൂട്യൂബ് ഹാൻഡിൽ ചെയ്യാം, യൂട്യൂബിന്റെ മാനേജർ ആവാം, ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യാം, അങ്ങനെ പറഞ്ഞ് ഈ ചോറികാവി ട്രേഡേഴ്സിന്റെ ബാനറിൽ നിന്ന് അല്ലേ ഇങ്ങനെ കുറെ ഞങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഞങ്ങളത് കൊടുത്തില്ല കേട്ടോ. ഞങ്ങൾ കൊടുത്തില്ല. ഇൻസ്റ്റഡ് ഞങ്ങൾ വേറൊരു ചാനൽ ഉണ്ടാക്കിയില്ലേ. ഇല്ല, പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്. അവിടെ നടന്നത് എന്താന്ന് വെച്ചാല്, ആള് പറഞ്ഞത് ഞങ്ങളുടെ നിങ്ങളിപ്പോ ഈ കാണുന്ന വീഡിയോ കാണുന്ന യൂട്യൂബ് ചാനൽ അയാൾ ഹാൻഡിൽ ചെയ്യാം, ഇതിൽ നമുക്ക് വെബ് സീരീസ് ഇടാം, നമുക്ക് അതിടാം, നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ കോണ്ടന്റ് അല്ലേ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നതിനൊന്നും ഒരു വാല്യൂ ഇല്ല, ഓക്കെ പറഞ്ഞ ആൾക്കൊന്നും ഇല്ല വാല്യൂബിൾ ആയിട്ട്, അതുകൊണ്ട് നമ്മുടെ തലയിലോട്ട് ഇടുന്നു അല്ലേ. ആൻഡ് ഇതിന്റെ ഇടയിൽ ഇത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾക്കൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇയാൾ തന്നെ അപ്രോച്ച് ചെയ്യാണ്. ഒരു യൂണിവേഴ്സിറ്റിന്റെ എന്തോ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് അപ്രോച്ച്. അതിലാണ് ഇയാളുടെ അടുത്ത് എന്താണ് ഇയാൾ ആക്ട് ചെയ്യാൻ പറഞ്ഞ, നമ്മൾ ആക്ട് ചെയ്ത് വീഡിയോസ് ഒക്കെ ഇയാളെ കയ്യിലുണ്ടല്ലോ, അത് പറയുന്നോ. അപ്പോൾ ഇയാള് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഏതോ ഒരു യൂണിവേഴ്സിറ്റി, ഒക്കെ അനോണിമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിന്റെ പ്രൊമോഷനുമായിട്ട് ഞങ്ങളെ പിന്നെ അപ്രോച്ച് ചെയ്തു. ആദ്യം ക്ലോത്തിങ് ബ്രാൻഡ് കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇത് ബേബി യൂട്യൂബിന്റെ ഇത് അവൻ വെബ് സീരീസ്, അവനല്ല അയാൾ വെബ് സീരീസിന്റെ മാറ്റർ, അത് ഓൾറെഡി നമ്മളോട് ട്രയൽ നോക്കി ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞ് ഓക്കെ അത് ചെയ്ത് നോക്കാലോ എന്ന് വരെ പറയിപ്പിക്കുന്ന രീതിക്കാണ് ആള് നമ്മളെ കൺവിൻസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ കൺവിൻസ് ചെയ്തിട്ട് ആള് തന്നെ ഒരു പൊട്ടാപ്പി ചുക്ലാപ്പി ഒരു കഥ ഉണ്ടാക്കിയിട്ട് അവന്റെ ഫ്ലാറ്റിൽ നിന്ന് തന്നെ, അയാളുടെ ഫ്ലാറ്റിൽ നിന്ന് തന്നെ അയാളുടെ ഫോണിൽ എടുക്കാന്നൊക്കെ പറഞ്ഞ അയാളുടെ ഫോണിൽ നിന്ന് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരാള് വാതിൽ തുറന്നു വരുന്നത്, ഇവിടെ വാതിൽ തുറന്നു വരുന്നത്, പിന്നെ ഞങ്ങള് റൂമിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഒരു സീന് തരും, നമ്മൾ അത് അഭിനയിക്കണം. നമുക്ക് അഭിനയം വരുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടർ കം ഫ്രോഡായ അയാൾ ഇങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്. അതും ആ വിഷ്വൽസ് അയാളുടെ കയ്യിലുണ്ട്. അതും വെച്ച് ഇനി എന്തൊക്കെ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ എന്തറിയാലേ, നിരത്തിടുന്ന നേരങ്ങും ഉരുളും. അപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റിന്റെ കാര്യം പറയുന്നതിന് മുന്നേ അതിൽ നമ്മൾ കുറച്ച് അഭിനയിക്കേണ്ട ഒക്കെ വരുമല്ലോ. യൂണിവേഴ്സിറ്റിന്റെ അഡ്വർടൈസ്മെന്റ് ആഡ് ആയിരുന്നു. അപ്പൊ ഈ അഡ്വർടൈസ്മെന്റിൽ അഭിനയിക്കുന്നതിന്റെ മുന്നേ നമുക്കൊരു ട്രയൽ നോക്കാം. ലൈക്ക് നിങ്ങൾക്ക് ഈ ഒരു അഭിനയത്തിന്റെ കലയൊക്കെ ഉണ്ടോ എന്നുള്ളത് എന്താ പറയാ ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എന്താക്കി, അങ്ങനത്തെ ഒരു ഒരു സീന് വന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ ഇയാളെ എന്താ പറയാ ഡോർ ഇങ്ങനെ തുറക്കുന്നത്, ലൈക്ക് നമ്മളൊരു ഇങ്ങനെ നമ്മളൊരു ട്രയൽ നോക്കിയിരുന്നു. അത് അയാളുടെ കയ്യിലുണ്ട്. അത് കളഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. എന്തായാലും പേജിൽ നിന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും റിമൂവ് ചെയ്തിട്ടില്ല. അവിടെ ക്ലയന്റ് എന്ന് പറഞ്ഞ് അതിന്റെ താഴത്തില് ഹാർട്ട് ഇട്ട് വെച്ചേക്കുന്നുണ്ട് ഇപ്പോഴും. അതില് ഞങ്ങളുടെ ഫോട്ടോസ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം. പോലീസ് ഇടപെടട്ടെ. അത് കേസ് ഞങ്ങൾ അവിടുത്തെ പറഞ്ഞിട്ടുണ്ട്. അയാളെ നേരിട്ട് കിട്ടിയാൽ നമ്മളത് എന്തായാലും അയാളെടുത്തുള്ള ഞങ്ങൾ എന്ത് വീഡിയോസും എന്താ പറയാ ഫോട്ടോസും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ ഞങ്ങൾ പറയുകയും ചെയ്യും. പിന്നെ മുഹമ്മദ് ജംഷിദ് സെറ്റിൽമെന്റിന്റെ കാര്യം ഇപ്പോഴും നോക്കിയിട്ടില്ല. അവർക്ക് ഇപ്പോഴും പൈസ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബാങ്ക് അക്കൗണ്ടിൽ കുറെ കോടിക്കണക്കിന് രൂപ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് പൈസ വിരിച്ചു കൊടുക്കാൻ മറക്കരുത്. കേട്ടല്ലോ. സ്റ്റേഷനിൽ വരുമായിരിക്കുമല്ലോ അല്ലേ. പിന്നെ നമ്മളെ വെച്ചെങ്ങാനും മോൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയാൽ അതിന്റെ അപ്പുറം കണ്ട് ചാടിക്കിടന്നവരാണ് നമ്മൾ. ഓക്കെ, അപ്പൊ പിന്നെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയ കാര്യമുണ്ട്. എന്താ വെച്ചാല് ഈ ഒരു മഞ്ഞപ്പടയില് ഇയാള് നമ്മള് മുന്നത്തെ വീഡിയോയില് പറഞ്ഞായിരുന്നു. മുന്നത്തെ വീഡിയോയില് മഞ്ഞപ്പടയില് എന്തോ ഒരു സംഭവം ഇയാളുണ്ട്, അവിടുത്തെ ഉള്ളവർക്ക് പൈസ കാര്യങ്ങൾ വാങ്ങുകയും പിടിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മഞ്ഞപ്പടയില ടീമിന് പോയിന്റ് ഓഫ് കോണ്ടാക്ടിന് ഇത് പോകുന്നുണ്ട്. അപ്പൊ അവര് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അയാളായിട്ട് ആ ടീമിന് തന്നെ അവര്
കാണുന്നത് എന്നാണ് അയാളെ ഗ്രൂപ്പിൽ നിന്നൊക്കെ ലെഫ്റ്റ് ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. ആള് ചമ്മിത്തൂറിയല്ലോ. ഇനിയിപ്പോ നമുക്ക് അതിങ്ങനെ പെരട്ടുകന്നേ ഉള്ളൂ. അതെ. അപ്പൊ അവർക്ക് ഇതിൽ യാതൊരുവിധ ബന്ധവും ഇല്ല. അപ്പൊ അവർ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തൊന്നെടുത്ത് പറയണം. കാരണം അവർക്ക് ശല്യാവുന്നുണ്ട്. ഈ ഒരു ഫ്രോഡ് കാരണം എത്ര ആൾക്കാർക്കാന്ന് നോക്കിയ തലവേദന അല്ലേ. അപ്പൊ അങ്ങനെ ഒരു സംഗതിയും കൂടെ ഉണ്ട്. അപ്പൊ ഈ ആളെ കോണ്ടാക്ട് ചെയ്യുക, ഈ ഫ്രോഡിനെ. ഇഫ് യു വാണ്ട് യുവർ മണി ബാക്ക്. കിട്ടൂല. ബട്ട് സ്റ്റിൽ ഇതിനിപ്പോ ഞങ്ങൾ ഇപ്പൊ ഒരു സീരീസ് ആയിട്ട് പോകുന്നത് ഞങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട്. കാരണം ആ ഫ്രോഡ് നിർത്തൂലേ, ഇറ്റ് ഡസൻ മാറ്റർ. നീതി കിട്ടാനുള്ളവർക്ക് നീതി കിട്ടണം. അങ്ങനെ പോലീസ് സ്റ്റേഷനിലായിട്ടുള്ളത് നമുക്ക് അപ്പൊ നോക്കാം. ഞങ്ങള് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നതായിരിക്കും എന്തായാലും അല്ലേ. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഇവന് ഈ വിളിക്കുന്ന ഇവനല്ലെങ്കിൽ ഇയാൾ ഫ്രോഡ് ഈ വിളിക്കുന്നത് പെൺകുട്ടികളാണെങ്കിൽ എസ്പെഷ്യലി ഇവന് നേരിട്ട് കാണണം. നേരിട്ട് കണ്ട് ഇവന് ഒരുമാതിരി നോട്ടവും പ്രൊപ്പോസൽ ഫ്ലേർട്ടിങ് ഇതൊക്കെയാണ്. ഞങ്ങളെ ഒരുമാതിരി വൃത്തിയായിട്ട രീതിയിൽ നോക്കിയിട്ടുണ്ട്. അത് നമ്മൾ മറ്റേ ക്യാഷ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞതിനാണ് ട്രിപ്പിന് നമ്മൾ ക്യാഷ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരുമാതിരി ഇത്. അപ്പൊ നമ്മൾ ഓക്കെ ഇനിയിപ്പോൾ ആളെ കാണാനൊന്നും പോകുന്നില്ല, നമ്മൾ ട്രിപ്പിന് പോകാൻ പോകുന്നത് കഴിഞ്ഞ് അങ്ങനെയുള്ള രീതിക്ക് അങ്ങനെ ഇടുന്നു. പിന്നെ അല്ലേ പിന്നെയും രീതിയിൽ മേത്തോട്ട് അങ്ങോട്ട് കയറി തൊടും ഞങ്ങളാതിരി പെണ്ണുങ്ങളെ കാണാൻ വൃത്തിയുടെ രീതിയിൽ എന്താ പറയാ ഒരുമാതിരി തൊടലൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങളൊന്ന് നോക്കിയാല് ആളപ്പ കൈയെടുക്കും. ലൈക്ക് അങ്ങനത്തെ ഒരു രീതിയിലാണ് അയാള്. ഞങ്ങള് കുറച്ച് സ്റ്റേൺ ആയിരുന്നു ആ ഒരു കാര്യത്തില് അല്ലേ. പറയാൻ വന്ന അപ്പൊ കൈസ് പറഞ്ഞിട്ട് അതിൽ ഫ്രീ പ്രൊമോഷൻ ആണ്. അപ്പൊ അത് ഫ്രീ പ്രൊമോഷൻ അല്ല, നമ്മള് പറഞ്ഞല്ലോ ഒരു ചെറിയ എമൗണ്ട് മാത്രമാണ് ആ ഒരു ഫ്രോഡ് എടുത്തത്, ബാക്കിയൊക്കെ നമ്മൾ എടുത്തത്. പക്ഷെ പ്രൊമോഷൻ്റെ ഇതിൽ വരുമ്പോ ആ കമ്പനി തന്നെ വേറെ ആണോ ആ എക്സ്പെൻസ് അത് ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങളിത് പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് ട്രാവൽ ഇതാണ്, അതുകൊണ്ട് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അത് ഫ്രീ ആയിട്ടുള്ള സംഭവമല്ല. പിന്നെ ആ പറഞ്ഞ ഗോവയുടെ ഇത് നമുക്ക് പോയിട്ടില്ല. കാരണം നമുക്ക് ഗിവ് അവേ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇത് വന്ന് നമ്മളിങ്ങനെ ആലോചിക്കും ഇങ്ങനെ ഒരു ഫ്രോഡിന്റെ കൂടെ ഇങ്ങനെ പോയി ലൈക്ക് നമ്മൾ പെട്ടല്ലോ. അപ്പൊ അത് നമ്മൾ അതിന് ചോദിക്കാൻ പറയാൻ ചെയ്തിട്ടില്ല. കാരണം നമുക്ക് പിന്നെ പോകാൻ താല്പര്യം തോന്നിയിട്ടില്ല. ഇത്ര ആൾക്കാരെ ചതിച്ചുകൊണ്ട് പിന്നെ ഒരു ഗിവ് അവയുടെ വീഡിയോ ഇട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അയാളുടെ ഇല്ലാത്ത ഗോവയുടെ ട്രിപ്പിന് നമ്മൾ എവിടെ നിന്ന് പോകാനാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് നമ്മൾ അതിനെപ്പറ്റി പിന്നെ ഒന്നും സംസാരിച്ചിട്ടില്ല. അങ്ങനെ അതൊരു ക്ലാരിഫിക്കേഷൻ ആണ് അല്ലേ. എനിക്ക് തോന്നുന്നില്ല ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നത്. കാരണം അയാളുടെ കയ്യിലിരിപ്പ് കാരണം ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കൂല. നമ്മളിനിയും എല്ലാ അപ്ഡേറ്റ്സും ഞങ്ങൾ പറയുന്നതായിരിക്കും. പോലീസ് സ്റ്റേഷനിലുള്ള അവസ്ഥയും ഇനിയിപ്പോ വരുമോന്നോ ഇനി വല്ല തൂറിൽ പിടിച്ചിരിക്കുമെന്നോ നമുക്കറിയാൻ പാടില്ല. പേടിച്ച് തൂറിയിട്ടെ ഗ്രൂപ്പിൽ നിന്നൊക്കെ ഇപ്പൊ ലെഫ്റ്റ് ആവുന്നുണ്ട്. അപ്പൊ ആ തൂറിലും ചിരിലൊക്കെ മാറിയിട്ട് സ്റ്റേഷനിൽ കാണാൻ പറ്റുമായിരിക്കും മേ ബി. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മൾ ഓക്കെ ആണോ അല്ലേന്നൊക്കെ. ഞങ്ങൾ ഓക്കെയാണ്, കംപ്ലീറ്റ്ലി ഓക്കെയാണ്. വാട്ട് വി വാണ്ട് ഈസ് ലൈക്ക് ഞങ്ങൾക്ക് ഇത് പുറത്ത് കാണിക്കണം. ഇയാളെ ഈ കംപ്ലീറ്റ് സെൽഫ് എക്സ്പോസ് ചെയ്യണം. കാരണം നമുക്കൊരു അബദ്ധം പറ്റി, നമ്മുടെ ഫോളോവേഴ്സിന് ഒരു അബദ്ധം പറ്റി. ഒരു ഫ്രോഡ് ഇപ്പോഴും പുറത്ത് കിടന്ന് എന്തെന്നാ ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കാൻ പറ്റിച്ചുകൊണ്ട് എന്നിട്ട് നീതി കിട്ടോ ഇല്ലയോ നമുക്ക് നോക്കാലോ. അറ്റ്ലീസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നെങ്കിലും നമുക്ക് നോക്കാലോ. നമുക്ക് നോക്കാം. ഇനി പരിപാടിക്ക് നിൽക്കരുത്. നമുക്ക് ഇനി സ്റ്റേഷൻ കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാം അല്ലേ. ഇനി ഒരു അപ്ഡേറ്റ് അല്ല, കുറെ അപ്ഡേറ്റ്സ് അല്ല.